ഈ സെഷനിൽ KTU 2019 സ്കീം പ്രകാരമുള്ള S4 സിവിൽ സ്റ്റുഡൻസിൻ്റെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1ൻ്റെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മൾ മൊഡ്യൂൾ 2ലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നടത്തുന്നത് മൊഡ്യൂൾ വൈസ് ആണ്. മൊഡ്യൂൾ 1ൻ്റെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. ഓക്കെ അല്ലേ? ആൻഡ് ഇതിൻ്റെ കോഡ് നമ്പർ എന്ന് പറയുന്നത് CET204 ആണ്. ഓക്കെ അല്ലേ? യെസ്. സോ S4 സിവിലിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2യുടെ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പർ സൊല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് പാർട്ട് എയിൽ അല്ലേ. 14 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻസ് ആണുള്ളത് പാർട്ട് ബിയിൽ. അത് നമുക്ക് പാർട്ട് എ നോക്കാം. മൊഡ്യൂൾ 2ൻ്റെ നെയിം ആൻഡ് ഡിഫൈൻ 2 ഫോഴ്സസ് which retard the downward velocity of particle settling in suspension ആണ്. സോ രണ്ടെണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ മാത്രം എഴുതിയാൽ മതി. ഒരു ഡെഫിനേഷൻ എഴുതിയാൽ 1.5 മാർക്ക്, അടുത്ത ഡെഫിനേഷൻ എഴുതിയാൽ 1.5 മാർക്ക്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3 മാർക്ക്. ഏതൊക്കെയാണ് 2 ഫോഴ്സ് വരുന്നത്? ഫസ്റ്റ് വൺ ഈസ് ബോയൻറ്റ് ഫോഴ്സ് ആണ് അല്ലേ, ബോയൻറ്റ് ഫോഴ്സ്. ആൻഡ് രണ്ടാമത് ഡ്രാഗ് ഫോഴ്സ് ആണ് അല്ലെ, പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിട്ടാർഡിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ബോയൻറ്റ് ഫോഴ്സ് എന്താണോ? ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് അപ്ത്രസ്റ്റ് ഫോഴ്സ്. ഇറ്റ് ഈസ് ആൻ അപ്വേർഡ് ഫോഴ്സ് exerted by the fluid that opposes the weight of the particle which is partially or fully immersed in the water ആണ് അല്ലേ, which is partially or fully immersed in the water ആണ്. അതാണ് ഡെഫിനേഷൻ. അത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ഇത് വേണമെങ്കിൽ അഡീഷണലി എന്ത് എഴുതാം? ബോയൻറ്റ് ഫോഴ്സിൻ്റെ ഒരു ഫിഗർ വരച്ച് കാണിക്കാം അല്ലേ. നമുക്കറിയാം പാർഷ്യലി ഓർ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ബോഡിയുടെ ഒരു ഫിഗർ വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വെയിറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെ. പാർട്ടിക്കിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ ഡ്രോ എ സ്ഫെറിക്കൽ ഡയഗ്രാം ഓൾസോ. ഓക്കെ അല്ലേ? അതിൻ്റെ വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ദ ബോയൻറ്റ് ഫോഴ്സ് FB അല്ലെ, ബോയൻറ്റ് ഫോഴ്സ് FB വിൽ ബി ആക്ടിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. പിന്നെ എന്തുകൂടി എഴുതാം? ആസ് പെർ ദ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് പറയാം? ദ വാല്യൂ ഓഫ് ദ ബോയൻറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പേഴ്സ്ഡ് ആണ് അല്ലേ. സോ ബോയൻറ്റ് ഫോഴ്സ് FB അല്ലേ, ബോയൻറ്റ് ഫോഴ്സ് FB എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി അല്ലേ, ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡിയാണ്. ഈ പോയിന്റ് കൂടി അഡീഷണൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് കിട്ടും. രണ്ടാമത്തെ റീടാർഡിംഗ് ഫോഴ്സ് ഏതാണ്? ഡ്രാഗ് ഫോഴ്സ് ആണ്, വിച്ച് ഈസ് എ റെസിസ്റ്റീവ് ഫോഴ്സ് വിച്ച് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബോഡി ആണ് അല്ലെ, വിച്ച് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ അല്ലെ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ബോഡിയുടെ മൂവ്മെന്റിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഓപ്പോസിംഗ് ഫോഴ്സ് ആണ് ഇത് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ മൊഡ്യൂൾ 2യുടെ പാർട്ട് എയിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 3 മാർക്കിന്റെ ഈ 2 ഡെഫിനേഷൻ എഴുതിയാൽ യു വിൽ ഗെറ്റ് ആസ്. ഒന്നാമത്തെ ഡെഫിനേഷൻ എഴുതുന്നത് നിങ്ങൾക്ക് 1.5 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 1.5 മാർക്ക് കിട്ടും. ദാറ്റ് ഈസ് 3 മാർക്കാണ് മൊത്തം ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 3 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പെർമിബിലിറ്റി ഓഫ് സ്ട്രാറ്റിഫൈഡ് സോയിൽ ആണ്. സ്ട്രാറ്റിഫൈഡ് സോയിലിന്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പെർമിബിലിറ്റി ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്, നമുക്കറിയാം അല്ലെ. ആദ്യം നിങ്ങൾ എന്ത് കാണിച്ചു കൊടുക്കണം? ഹൊറിസോണ്ടൽ സോയിൽ, ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി ആണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് K ഹൊറിസോണ്ടൽ എന്ന് എഴുതാം. സ്ട്രാറ്റിഫൈഡ് സോയിൽ വരയ്ക്കണം അല്ലെ. സോ ചെറിയൊരു സോയിൽ സാമ്പിൾ എടുക്കുക. അതിൽ 3 ടൈപ്പ് സോയിൽ ഉണ്ട് അല്ലെ. സോയിൽ A, സോയിൽ B ആൻഡ് സോയിൽ C. ആൻഡ് ലെറ്റ്സ് സേ ദ ഡെപ്ത് ഓഫ് ദ സോയിൽ C ഈസ് Z1, ഓഫ് സോയിൽ B ഈസ് Z2, ഓഫ് സോയിൽ 3 ഈസ് ലെറ്റ്സ് സേ Z3 ആണ്. അതേപോലെ ഓരോന്നിൻ്റെയും പെർമിബിലിറ്റി പറയാം നമുക്ക്. K1, K2 ആൻഡ് K3. സോ ഇതാണ് ടൈപ്പ് ഓഫ് സോയിൽ. സ്ട്രാറ്റിഫൈഡ് സോയിൽ മീൻസ് ലെയേർഡ് സോയിൽ. അപ്പോൾ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഫ്ലോ ഈസ് ടേക്കിംഗ് പ്ലേസ് പാരലൽ ടു ദ ലെയേഴ്സ് ഓഫ് ദ സോയിൽ ആണ്. സോ ഇത്തരത്തിൽ ഫ്ലോ നടന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ, ഡെറിവേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. ദേ ആർ ഓൺലി ആസ്കിംഗ് ഫോർ ഇക്വേഷൻസ് ആണ്. സോ അത് എഴുതിയാൽ മതി. സോ K ഹൊറിസോണ്ടൽ ഇക്വേഷനിലും K ഹൊറിസോണ്ടൽ ഈസ് ഈക്വൽ ടു എന്താണോ? യെസ്, അതിൻ്റെ ആദ്യം സമ്മേഷൻ KI ഇൻറ്റു ZI ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ZI അല്ലേ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? K1 Z1 പ്ലസ് K2 Z2 പ്ലസ് K3 Z3 ഡിവൈഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇതെന്താണ്? യെസ്, 1.5 മാർക്ക് കിട്ടും നിങ്ങൾ ഹൊറിസോണ്ടൽ എഴുതി കഴിഞ്ഞാൽ. നിങ്ങൾക്ക് 1.5 മാർക്ക് കിട്ടി. ഇനി നമ്മൾ എന്തൊരു ചോദിച്ചിട്ടുണ്ട്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫ്ലോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദിച്ചിട്ടുണ്ട്. സോ രണ്ടാമത്തതാണ് K വെർട്ടിക്കൽ. വീണ്ടും എന്ത് വരയ്ക്കുക? ഇതേ സ്ട്രാറ്റിഫൈഡ് സോയിൽ. ഫിഗർ നിങ്ങൾക്ക് മാക്സിമം വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, യു വിൽ ഗെറ്റ് ദ മാർക്ക്.
ഇതാണ് സെയിം സോയിൽ ലെയർ ആണ് ABC സ്ട്രാറ്റിഫൈഡ് സോയിൽസ്. ദിസ് ഈസ് ഡെപ്ത് Z1 ആണ്. ലെറ്റ്സ് സേ ദിസ് ഈസ് ഡെപ്ത് Z2. ഇതെന്താണ് ഡെപ്ത് Z3 ആണ് അല്ലേ. ആൻഡ് ദേ ആർ ഹാവിംഗ് പെർമിബിലിറ്റി ഏതൊക്കെയാണോ പെർമിബിലിറ്റി ദിസ് ഈസ് K1, ദിസ് ഈസ് K2 ആൻഡ് ദിസ് ഈസ് K3. ഇപ്പോൾ ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത്? ദ ഫ്ലോ ഈസ് ടേക്കിംഗ് പ്ലേസ് യെസ് പെർപെൻഡിക്കുലർ ടു ദ ലെയേഴ്സ് ആണ് അല്ലേ. ഫ്ലോ എങ്ങനെയാണ്? ലെയേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്ലോ നടക്കുന്നത് അല്ലേ. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ആൻഡ് എങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ ഡെഫിനിഷൻ K വെർട്ടിക്കലിൻ്റെ ഫോർമുല പറഞ്ഞോ? യെസ് ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല, ഡയറക്റ്റ് ഇക്വേഷനെ ചോദിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സമ്മേഷൻ ഓഫ് ZI ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ZI ബൈ KI ആണ്. അതായത് ഒന്നും കൂടി അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ സെലക്ട് ചെയ്ത ലെയേഴ്സ് Z1 പ്ലസ് Z2 പ്ലസ് Z3 ഡിവൈഡ് ബൈ യെസ് Z1 ബൈ K1 പ്ലസ് Z2 ബൈ K2 പ്ലസ് Z3 ബൈ K3. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ 3 മാർക്കിൻ്റെ അടുത്ത 1.5 മാർക്ക്. സോ ഹൊറിസോണ്ടൽ ഫിഗർ വരച്ച് ഫോർമുല എഴുതിയാൽ 1.5 മാർക്ക്, വെർട്ടിക്കൽ ഫിഗർ വരച്ച് ഫോർമുല എഴുതിയാൽ വേറെ 1.5 മാർക്ക്. ദാറ്റ് ഈസ് ടോട്ടലി 3 മാർക്ക് നമുക്ക് യെസ് കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ? ഇതാണ് പാർട്ട് എയിലെ 1 and 2 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ ഈച്ച് ക്വസ്റ്റ്യൻസ്. ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് ബി. പാർട്ട് ബിയിൽ നമുക്കറിയാം 14 മാർക്കിൻ്റെ essay ആണ്. നമുക്ക് 2 ചോയ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ട് ബി പാർട്ട് ഉണ്ട്. എ പാർട്ടിന് 5 മാർക്ക്, ബി പാർട്ടിന് 9 മാർക്ക്. എന്താ പറയുന്നത്? എ പാർട്ട് ആദ്യം ചെയ്യാം നമുക്ക്. 13ന്റെ എ പാർട്ട്. ലിസ്റ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് യൂസിങ് ഓഫ് സ്റ്റോക്സ് ലോ ഇൻ സെഡിമെന്റേഷൻ അനാലിസിസ്. സ്റ്റോക്സ് ലോ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? യെസ് തിയററ്റിക്കൽ പോയിന്റ് ആണ് അല്ലേ. 5 പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് യൂസിങ് സ്റ്റോക്സ് ലോ ആണ്. സോ യു ഹാവ് ടു റൈറ്റ് ഫോർ 5 പോയിന്റ്സ് ആണ് അല്ലേ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. സോ 5 ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇനി 5 പോയിന്റ്സ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും 5 പോയിന്റ്സ് എഴുതുക. ഏതൊക്കെയാണോ? ലോവർ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ദ വിസ്കോസിറ്റി, ഡിക്രീസ് ദ ഫോൾ ഓഫ് ദ വെലോസിറ്റി. ബിക്കോസ് ഓഫ് ടർബുലൻസ് കോസർ പാർട്ടിക്കിൾ വിൽ മോർ സ്ലോലി ദാൻ ദ പ്രിഡിക്റ്റഡ് പാർട്ടിക്കിൾ ആണ് അല്ലേ. നോൺ സ്ഫെറിക്കൽ ഫ്ലേക്സ് സച്ച് ആസ് മിക്ക വിൽ സെറ്റിൽ മോർ സ്ലോലി ദാൻ സ്ഫിയർ വിത്ത് സെയിം ഡെൻസിറ്റി. Angular grains will generate small turbulent eddies that retard the settling velocity. Centrifugal acceleration can be thousands of times of greater than that of the gravity which is causing the settling. So the centrifugal sedimentation rate is thousands of times greater than. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന 5 പോയിന്റുകൾ പോയിന്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് എയുടെ 5 മാർക്ക് കിട്ടും. ഇക്കല്ലേ? സോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 പോയിന്റുകളാക്കി എഴുതണം. യെസ്, ഒരു വാരി വലിച്ച് പാരഗ്രാഫ് ആക്കി എഴുതരുത്, എല്ലാം പോയിന്റ് ആക്കി എഴുതുക. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ ആണ്. 13 ക്വസ്റ്റ്യൻ നമ്പർ 13ന്റെ പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ ആണ്. ഓക്കെ അല്ലേ? നോക്കിയേ എന്താണ് ചോദ്യം? യെസ്, ദേ ആർ ആസ്കിംഗ് എ ടെസ്റ്റ് ഫോർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ സോയിൽ ഇൻ പ്ലേസ് വാസ് പെർഫോംഡ് ബൈ ഡിഗിങ് എ സ്മോൾ ഹോൾ ഇൻ ദ സോയിൽ. ആയിക്കോട്ടെ. ദ വോളിയം ഓഫ് ദ ഹോൾ, യെസ്, നമ്മൾ ഡിഗ് ചെയ്ത ഹോളിന്റെ വോളിയം 400 ml ആണ്. ആൻഡ് ദ മോയിസ്റ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ വാസ് 9 ന്യൂട്ടൺ ആണ്. നമ്മൾ കുഴിച്ചെടുത്ത ഹോൾ എത്രയാണ്? 400 ml ആണ് വോളിയം. അതിൽ നിന്ന് എടുത്ത സോയിലിന്റെ വെയിറ്റ് 9 ന്യൂട്ടൺ ആണ്. ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ്, യെസ്, വെയിറ്റ് കുറയില്ലേ? വെയിറ്റ് വാസ് 7.8 ന്യൂട്ടൺ ആണ്. തീർച്ചയായിട്ടും. ഓഫ് ദ ഡ്രൈഡ് സോയിൽ. ഓക്കെ അല്ലേ? 7.8 ന്യൂട്ടൺ ആണ് ഡ്രൈഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓഫ് ദ ഡ്രൈഡ് സോയിൽ അല്ലെ, ഇത്തരത്തിലുള്ള 7.8 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഡ്രൈഡ് സോയിലിൽ 4 ന്യൂട്ടൺ വാസ് poured into a vessel in a very loose state. യെസ്, 7.8 ന്യൂട്ടൺ സോയിലിൽ നിന്നും 4 ന്യൂട്ടൺ കുറച്ച് സോയിൽ നമ്മൾ എടുത്തു. 4 ന്യൂട്ടൺ സോയിൽ എടുത്തിട്ട് വെരി ലൂസ് ആയിട്ട് ഫിൽ ചെയ്തു. ആൻഡ് ഇറ്റ്സ് വോളിയം വാസ് ഫൗണ്ട് ടു ബി 270 ആണ്. സോ വെരി ലൂസ് ആയിട്ടാണ് ഫിൽ ചെയ്തത്. സോ ഡ്രൈ ഡെൻസിറ്റി എന്തായിരിക്കും? മിനിമം ആയിരിക്കും അല്ലെ. ഡ്രൈ ഡെൻസിറ്റി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇസ്ന്റ് ഇറ്റ്? ഡ്രൈ ഡെൻസിറ്റി വിൽ ബി മിനിമം ആയിരിക്കും. കാരണം ലൂസ് ആയിട്ടല്ലേ ഫിൽ ചെയ്തത്. നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് ഫിൽ ചെയ്യുമ്പോൾ അല്ലേ ഗാമ ഡി മാക്സ് ആവുള്ളൂ. യെസ്, ദ സെയിം വെയിറ്റ് ഓഫ് ദ സോയിൽ വെൻ വൈബ്രേറ്റഡ് ആൻഡ് കോമ്പാക്റ്റഡ് ഹാഡ് എ വോളിയം ഓഫ് 200 ml. അതായത് നല്ല ടൈറ്റ് ആയിട്ട് ഫിൽ ചെയ്തു. ദാറ്റ് ഈസ് ഗാമ ഡി മാക്സ് ഉണ്ടാവും. ഡിറ്റർമൈൻ ദ റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ദേ ആർ ആസ്കിംഗ് ടു ഡിറ്റർമൈൻ ദ റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഓക്കെ അല്ലേ? യെസ്. സോ 13ന്റെ ബി പാർട്ട് നമുക്ക് ചെയ്യാം. ദേ ആർ ആസ്കിംഗ് ഫോർ റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിന്റെ ഫോർമുല എഴുതാം ആദ്യം. റിലേറ്റീവ് ഡെൻസിറ്റിന്റെ ഫോർമുല പറഞ്ഞേ. ID എന്നാണ് നൊട്ടേഷൻ. പല നൊട്ടേഷൻസ് അവൈലബിൾ ആണ്. യെസ്, വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഫോർമുല? പറയൂ. ഇറ്റ് ഈസ് ഗാമ ഡി മാക്സ് ഡിവൈഡ് ബൈ ഗാമ ഡി ഇൻറ്റു, ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്, ഇൻറ്റു ഗാമ ഡി മൈനസ് ഗാമ ഡി മിനിമം. ഗാമ ഡി മൈനസ് ഗാമ ഡി മിനിമം ഡിവൈഡ് ബൈ
യെസ് ഗാമ ഡി മാക്സ് മൈനസ് ഗാമ ഡി മിനിമം ഇസ്ന്റ് ഇറ്റ് ഗാമ ഡി മാക്സ് മൈനസ് ഗാമ ഡി മിനിമം ആണ് അല്ലേ ഇതാണ് ഒരു ഇക്വേഷൻ ഓർ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഈ എന്താണ് വേർഡ് റേഷ്യോസോ എന്തായിരുന്നു ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട് യെസ് ഈ പറയുന്ന സാധനം കിട്ടാറുണ്ട് ബട്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതേ പറ്റുള്ളൂ വേറെ ഗാമ ഡി എന്ന് പറയുന്നത് എന്താണോ അത് എടുത്ത് എഴുതുക ഓക്കെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുല എങ്കിൽ ആ ഫോർമുല നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം എക്സാമിൽ ഓക്കെ അല്ലേ ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഇംപ്രസീവ് ആണത് ഓക്കെ സോ ഗാമ ഡി എന്ന് വെച്ചാൽ നാച്ചുറൽ സ്റ്റേറ്റ് എന്താണ് നാച്ചുറൽ സ്റ്റേറ്റ് എന്താണ് ഡ്രൈ ഡെൻസിറ്റി ആണ് ഇറ്റ് ഈസ് എ നാച്ചുറൽ സ്റ്റേറ്റ് ഡ്രൈ ഡെൻസിറ്റി പിന്നെന്താണ് വേണ്ടത് ഗാമ ഡി മാക്സ് എന്താണോ ഗാമ ഡി മാക്സ് എന്താണ് യെസ് ലൂസസ് അല്ലെങ്കിൽ ഹെവിയസ്റ്റ് അല്ലെങ്കിൽ ടൈറ്റ് ഡെൻസസ്റ്റ് എന്നതാണ് അല്ലേ ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ഡ്രൈ ഡെൻസിറ്റി ആണ് പിന്നെ ഏതാണുള്ളത് ഗാമ ഡി മിനിമം ഉണ്ട് ഗാമ ഡി മിനിമം എന്ന് പറഞ്ഞാൽ എന്താണോ ലൂസസ്റ്റ് സ്റ്റേറ്റ് അല്ലേ ലൂസസ്റ്റ് സ്റ്റേറ്റ് ഡ്രൈ ഡെൻസിറ്റി ആണ് ക്ലിയർ അല്ലേ യെസ് സോ ഇത് കണ്ടുപിടിച്ചാൽ ഗാമ ഡി മാക്സ് കണ്ടുപിടിക്കണം ഗാമ ഡി കണ്ടുപിടിക്കണം അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി സോ അങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് നോക്കിയേ ഗാമ ഡി കണ്ടുപിടിക്കാം ആദ്യം നാച്ചുറൽ സ്റ്റേറ്റ് അതായത് ഡ്രൈ വെയിറ്റ് എത്രയാണ് ഡ്രൈ വെയിറ്റ് ഡബ്ല്യു ഡി ഈക്വൽ എത്രയാണ് 7.8 ന്യൂട്ടൺ ആണ് എത്രയെന്ന് കിട്ടിയത് ഓഫ് എ വോളിയം ഓഫ് 400 ml എന്ന് കിട്ടിയത് അല്ലേ therefore യെസ് ഡ്രൈ നാച്ചുറൽ സ്റ്റേറ്റിലെ അല്ലേ എത്രയായിരിക്കും ഗാമ ഡി വിൽ ബി ഈക്വൽ ഡബ്ല്യു ഡി ഡിവൈഡ് ബൈ വോളിയം ചെയ്താൽ പോരെ യെസ് സോ ദിസ് വിൽ ബി 7.8 ന്യൂട്ടൺ ഡിവൈഡ് ബൈ 400 ml ആണ് 400 ml ആണ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എത്രയാണ് യെസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഐ ഗെസ് ഇറ്റ് ഈസ് 0.0195 ന്യൂട്ടൺ പെർ ml എന്ന് കിട്ടും ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം യെസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 19.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും പെർ അല്ലെങ്കിൽ നിങ്ങൾ ന്യൂട്ടൺ പെർ ml എഴുതിയാലും മതി ഓക്കെ അല്ലേ കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബിലേക്കുള്ള കൺവേർഷൻ നമുക്കറിയാം അല്ലേ ഇൻറ്റു 10⁻³ ml ഈസ് ഈക്വൽ ടു 1 ml ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ക്യൂബ് ആണ് അല്ലേ 1 ml ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇതൊക്കെ നമുക്കറിയാം അല്ലേ സോ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും യെസ് ഇതാണ് ഗാമ ഡി ഇൻ ദ നാച്ചുറൽ സ്റ്റേറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് പിന്നെ എന്താ വേണ്ടത് ഗാമ ഡി മിനിമം വേണ്ടേ അതായത് ലൂസസ്റ്റ് സ്റ്റേറ്റിലെ നമ്മൾ എത്രയാണ് എടുത്തത് 4 ന്യൂട്ടൺ എന്ന് പറയുന്ന സോയിൽ മാസ് എടുത്തപ്പോൾ നമ്മൾ അതിനെ ലൂസായിട്ട് ഒരു വോളിയത്തിൽ ഫില്ല് ചെയ്തു ആ വോളിയം എത്രയാണ് 270 ml ആണ് വരുന്നത് അല്ലേ സോ 270 ആണ് വരുന്നത് ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എത്രയാണ് 0.0148 ന്യൂട്ടൺ പെർ ml എന്നാണ് കിട്ടുക ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ് 14.8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് ക്ലിയർ അല്ലേ യെസ് ഇനി എന്ത് വേണം മൂന്നാമത്തേത് ഗാമ ഡി മാക്സ് വേണ്ടേ ഗാമ ഡി മാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാക്സിമം ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്ത സോയിൽ എത്രയാണ് 4 ന്യൂട്ടൺ ആണ് ടൈറ്റ് ആയിട്ട് നല്ല കോമ്പാക്ട് ചെയ്ത് ഫില്ല് ചെയ്തപ്പോൾ ഓക്യുപ്പൈ ചെയ്ത വോളിയം എത്രയാണ് 200 ആണ് സോ ദിസ് വിൽ ബി ഗെറ്റിംഗ് ആസ് എത്രയാണ് കിട്ടുക 0.02 ന്യൂട്ടൺ പെർ ml എന്നാണ് കിട്ടുക ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും 2 ന്യൂട്ടൺ പെർ 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും കിട്ടിയില്ലേ എല്ലാം കിട്ടിയില്ലേ ഗാമ ഡി കിട്ടി ഗാമ ഡി മാക്സ് കിട്ടി ഗാമ ഡി മിനിമം കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സോ ഗാമ ഡി മാക്സ് ബൈ ഗാമ ഡി എന്താണ് ഇക്വേഷൻ എന്താണ് പറഞ്ഞത് ഒന്നൊരു പറഞ്ഞ റിലേറ്റീവ് ഡെൻസിറ്റി ആർ ഡി ഈസ് ഈക്വൽ ടു ഗാമ ഡി മാക്സ് ബൈ നാച്ചുറൽ സ്റ്റേറ്റ് ഗാമ ഡി ഇൻറ്റു എന്താ വരേണ്ടത് യെസ് ഗാമ ഡി മൈനസ് ഗാമ ഡി മിനിമം ഡിവൈഡ് ബൈ ഗാമ ഡി മാക്സ് മൈനസ് ഗാമ ഡി മിനിമം ആണ് isn't it യെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗാമ ഡി മാക്സ് 20 ആണ് ഡിവൈഡ് ബൈ വാട്ട് ഈസ് നാച്ചുറൽ സ്റ്റേറ്റ് ഗാമ ഡി എത്രയാണ് 19.5 എന്നാണ് കിട്ടിയിരിക്കുന്നത് യെസ് അഗെയിൻ ഗാമ ഡി എത്ര കിട്ടിയത് ഗാമ ഡി 19.5 നമ്മൾ ഇപ്പോൾ എഴുതി ഗാമ ഡി മിനിമം എത്രയാണ് ഐ ഗെസ് 14 എത്രയല്ലേ അതെ യെസ് 14.8 ഡിവൈഡ് ബൈ ഗാമ ഡി മാക്സ് ഈസ് 20 മൈനസ് 14.8 യെസ് ഇത് ചെയ്താൽ മതി ഇത് ചെയ്ത് ഞങ്ങൾക്ക് ആൻസർ കിട്ടും ഇൻറ്റു എന്ത് ചെയ്യണം 100 ചെയ്യണം ഇൻറ്റു 100 ഓക്കെ സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 92.7 എന്ന് കിട്ടും 92.70% എന്ന് കിട്ടും ഇതാണ് 13ന്റെ രണ്ടാമത്തെ പാർട്ട് ഓക്കെ അല്ലേ 13ന്റെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങൾക്ക് എന്തോ കിട്ടും യെസ് ഈ പറയുന്ന ഗാമ ഡി ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും ഓക്കെ 2 മാർക്ക് ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഓക്കെ യെസ് ഇവിടെ നിങ്ങൾ ഓരോന്നും കണ്ടുപിടിക്കണം യെസ് അതിന് നിങ്ങൾക്ക് ഓരോന്ന് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും
ജെക്ക് 2 മാർക്ക് വീതം കിട്ടും. ഓക്കെ, ആൻഡ് നോക്കിയേ കോമ്പാക്ഷൻ അല്ലേ സംഭവിക്കുന്നത്, ഡ്രൈ ഡെൻസിറ്റി അല്ലേ. ഡ്രൈ ഡെൻസിറ്റിയിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഏതാണ്? വാട്ടർ കണ്ടന്റ് ആണ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദ വാട്ടർ കണ്ടന്റ്, കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദ സോളിഡ് ആണ് അല്ലേ. വെയിറ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണോ? മൊത്തം വെയിറ്റ് 9 ആയിരുന്നു, ഡ്രൈ വെയിറ്റ് 7.8 ആണ്. ദെൻ ഡ്രൈ വെയിറ്റ് തന്നെയാണ് വെയിറ്റ് ഓഫ് ദ സോളിഡ്. സോ ദിസ് വിൽ ബി ഈക്വൽ എത്രയാണ്? 0.1538 എന്ന് കിട്ടും, ഓർ 15.38% എന്ന് പറയുന്ന വാട്ടർ കണ്ടന്റ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇതുകൊണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് 9 മാർക്സ് കിട്ടും ഫോർ ദ 13. ഓക്കെ അല്ലേ? സോ മൊഡ്യൂൾ 2 പാർട്ട് ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ആ കണ്ടിരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അതായത് മൊഡ്യൂൾ 2 പാർട്ട് ബി, അതിലെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു, അടുത്ത ആശയ ക്വസ്റ്റ്യൻ ആണ്. Sketch the flow curve and explain its uses. Sketch the flow curve and explain its uses ആണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ അല്ലേ? അതിന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആദ്യം അത് ചെയ്യാം. ഫ്ലോ കർവ് വരയ്ക്കണം. നമ്മൾ പറഞ്ഞു കർവ് നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ആക്സിസ് ഏതാണെന്ന് വളരെ വ്യക്തമാക്കി സ്പെസിഫൈ ചെയ്യണം. ആക്സിസ് ഏതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ക്ലിയർ അല്ലേ? സോ നമ്മൾ കർവ് വരച്ചു അല്ലെ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ആക്സിസ് ഏതാണോ ഈ ആക്സിസ് വരുന്നത്? ദിസ് ഈസ് നത്തിങ് ബട്ട് ദ വാട്ടർ കണ്ടന്റ് ആണ് അല്ലേ. വാട്ടർ കണ്ടന്റ് ഓൺ വൈ ആക്സിസ് ആണ്, അത് കറക്റ്റ് ആക്കി എഴുതണം. ആൻഡ് ഓൾസോ ലോഗ് ഓഫ് നമ്പർ ഓഫ് ബ്ലോസ് ആണ് അല്ലേ, ലോഗ് ഓഫ് നമ്പർ ഓഫ് ബ്ലോസ് അല്ലേ. സോ ലോഗരിതമിക് ഗ്രാഫ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. സോ അത് കറക്റ്റായിട്ട് എഴുതണം. ദാറ്റ് ഈസ് യു ഹാവ് ടു മേക്ക് ദ വാട്ടർ കണ്ടന്റ് ആസ് ഓർഡിനേറ്റ് ആൻഡ് നമ്പർ ഓഫ് ബ്ലോസ് ഇൻ ലോഗ് സ്കെയിൽ ആസ് ആപ്സിസ. എക്സ് ലോഗ് ഓഫ് നമ്പർ ഓഫ് ബ്ലോസ് ആണ്, ഇതെന്താണ്? വാട്ടർ കണ്ടന്റ് ആണ്. കർവിന്റെ വേരിയേഷൻ എങ്ങനെയാണോ വരാറുള്ളത്? യെസ്, ആസ് ദ വാട്ടർ കണ്ടന്റ് ഡിക്രീസസ് അല്ലേ. നിങ്ങൾ ആലോചിച്ച് അറ്റംബർഗ്സ് ലിമിറ്റ് അല്ലേ. നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചളി കുഴച്ച് വെച്ച് കഴിഞ്ഞാലും കൂടുതൽ വെള്ളം ഒഴിച്ച് ചളി വെച്ച് കഴിഞ്ഞാലും ഏതിലാണോ കുറച്ച് നമ്പർ ഓഫ് ബ്ലോസ് വേണ്ടത്? കൂടുതൽ വെള്ളം ഒഴിച്ചതിൽ. അതായത് ആസ് ദ വാട്ടർ കണ്ടന്റ് ഡിക്രീസസ് നമ്പർ ഓഫ് ബ്ലോസ് റിക്വയർഡ് ഇൻക്രീസസ്. ആസ് ദ വാട്ടർ കണ്ടന്റ് ഡിക്രീസസ് നമ്പർ ഓഫ് ബ്ലോസ് ഇൻക്രീസസ്. നമുക്കൊരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് എടുക്കാം. കൂടിയ വാട്ടർ കണ്ടന്റ് ആണ് W1 ആൻഡ് ദിസ് ഈസ് W2. ഈ വാട്ടർ കണ്ടന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ബ്ലോസ് കാണിക്കണം. ഓക്കെ അല്ലേ? ഇതെന്താണ്? ലോഗ് N1 ആണ്. അടുത്ത വാട്ടർ കണ്ടന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ബ്ലോസ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ലോഗ് N2 ആണ്. ഓക്കെ അല്ലേ? ഈ വരച്ചിരിക്കുന്ന ഈ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഈസ് ടേംഡ് ആസ് ഫ്ലോ കർവ്. സോ ഇങ്ങനെ നോട്ട് ചെയ്യുക, ഫ്ലോ കർവ്. അടുത്ത പോയിന്റ് എന്താണ്? ദ സ്ലോപ്പ് ഓഫ് ദ ഫ്ലോ കർവ്. സ്ലോപ്പ് ഓഫ് ദ ഫ്ലോ കർവ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിച്ച് ഈസ് നത്തിങ് ബട്ട് ഇൻഡെക്സ് ഓഫ് ഫ്ലോ അല്ലേ, അല്ലെങ്കിൽ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയും അല്ലേ. ഇൻഡെക്സ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ഇൻഡെക്സ് നൊട്ടേഷൻ എന്താണ്? IF എന്നാണ്. സോ സ്ലോപ്പ് കണ്ടുപിടിച്ചേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണോ? മാത്തമാറ്റിക്കലി y/x അല്ലേ, y/x അല്ലേ. സോ നിങ്ങൾ നോക്കി, ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും ഡിസ്റ്റൻസ് ആണ് y, ഇത്രയും ഡിസ്റ്റൻസ് ആണ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഈ വൈക്ക് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് x ഇതല്ലേ. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദാറ്റ്, y എന്ന് പറഞ്ഞാൽ എത്രയാണോ സെപ്പറേറ്റ് ചെയ്താൽ വേണമെങ്കിൽ y ഈക്വൽ എത്രയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, നല്ലതാണ്. W1 അല്ലേ വലുത്. സോ ദിസ് ഇസ് W1 മൈനസ് W2 എന്ന് എഴുതാം. x എന്ന് പറഞ്ഞാൽ എന്താണോ? x log N2 മൈനസ് ലോഗ് N1 ആണ് അല്ലേ, ലോഗ് N1 ആണ്. സോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ യു ക്യാൻ കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് അല്ലെങ്കിൽ IF എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അല്ലേ. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ ഫ്ലോ കർവ്. സ്ലോപ്പ് ഓഫ് ദ ഫ്ലോ കർവ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? IF ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? W1 മൈനസ് W2 ഡിവൈഡ് ബൈ ലോഗ് N2 മൈനസ് ലോഗ് N1 ആണ്. ലോഗ് N2 മൈനസ് ലോഗ് N1 ആണ്. ആൻഡ് ലോഗ് A/B എന്താണോ? ലോഗ് A/B എന്താണ് പറയൂ? ലോഗ് N2 ബൈ N1 എന്ന് എഴുതാം, ഇസ്ന്റ് ഇറ്റ്? സോ ഇതാണ് നമ്മൾ ഇൻഡെക്സ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്ലോ കർവ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ അത് എഴുതണം. എന്തൊക്കെ വരയ്ക്കണം? ഗ്രാഫ് വരയ്ക്കണം. എന്നിട്ട് അതിൽ എങ്ങനെയാണ് അതിൻ്റെ നാച്ചുറൽ എന്ന് വരയ്ക്കണം. അതിനെയാണ് നമ്മൾ ഫ്ലോ കർവ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലോ കർവിൻ്റെ സ്ലോപ്പിന് നമ്മൾ എന്ത് പറയും? ഇൻഡെക്സ് ഓഫ് ഫ്ലോ എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയും. യെസ്, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണോ? യെസ്, വാട്ട് ഈസ് ലിക്വിഡ് ലിമിറ്റ് എന്ന് എഴുതുക ആദ്യം. ലിക്വിഡ് ലിമിറ്റ് WL അല്ലേ. ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ഫ്ലോ കർവ് വരയ്ക്കുന്നത്? എന്താണ്? യെസ്, ഇറ്റ് ഈസ് ദാറ്റ് വാട്ടർ കണ്ടന്റ് എന്ന് എഴുതുക. ഇറ്റ് ഈസ് ദാറ്റ് വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ടു
ഏതിനാണോ corresponding to 25 number of blows, 25 number of blows. അതാണ് ലിക്വിഡ് ലിമിറ്റ്. നമുക്ക് എങ്ങനെ കിട്ടുക ഈ ഗ്രാഫിന്ന്? എങ്ങനെയാണ് നമുക്ക് ലിക്വിഡ് ലിമിറ്റ് കിട്ടുക? നമ്മൾ എന്ത് ചെയ്യും? യെസ്, വി വിൽ ബി ഇന്റർപോളേറ്റിംഗ് ദ ഗ്രാഫ്. ഈ അല്ലേ, ലെറ്റ്സ് സേ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? 25 നമ്പർ ഓഫ് ബ്ലോസ് ആണെങ്കിൽ യെസ്, ഈ ഗ്രാഫിന് നമ്മൾ എന്ത് ചെയ്യും? ഈ 25 നമ്പർ ഓഫ് ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് ലിമിറ്റ് കിട്ടും. സോ ഇങ്ങനെ ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആരോ കൂടി കാണിക്കുക. നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഓക്കെ അല്ലേ? സോ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് ലിമിറ്റ് കിട്ടും. ഇത്തരത്തിലുള്ള പോയിന്റ്സുകൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാഫ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണം. അതിന് 3 മാർക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആസ് പെർ ദ ആൻസർ കീ 3 മാർക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ അതിന്റെ യൂസസ് എഴുതണം അല്ലേ? ഒന്ന് ഇതാണ് ഫ്ലോ കർവ്. ദെൻ ഫ്ലോ കർവിന്റെ സ്ലോപ്പിനെ നമ്മൾ ഇൻഡെക്സ് ഓഫ് ഫ്ലോ എന്ന് പറയും. ഇവിടുന്ന് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25 നമ്പർ ഓഫ് ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഈ സാർ ഓക്കെ? യെസ്, ഇതാണ് ക്വസ്റ്റിന്റെ പാർട്ട് 1 എന്ന് പറയുന്നത്. പാർട്ട് 1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ക്വസ്റ്റ്യൻ നമ്പർ 14ന്റെ പാർട്ട് ബി വേണം. ക്വസ്റ്റ്യൻ നമ്പർ 14ന്റെ പാർട്ട് ബി ഈസ് റിക്വയർഡ്. പാർട്ട് ബി ഈസ് റിക്വയർഡ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യുന്നത്? യെസ്, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. An undisturbed soil sample of clay brought from the field was noted to have a volume of എത്രയാണ്? യെസ്, V1 is equal എത്രയാണ്? Let's say 18 centimeter cube ആണ്. And corresponding weight is equal to 30.8 gram ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. On oven drying, the weight of the sample was reduced to 20.5 ആണ്. ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രൈ വെയിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 20.5 gram ആണ്. എടുത്തെഴുതണേ. ഈ വേരിയബിൾസിന്റെ ഡയലോഗ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിന്റെ വേരിയബിളും കൂടി കാണിക്കുകയാണ്. അതിനാണ് മാർക്ക് ഉള്ളത്. ക്ലിയർ അല്ലേ? ദ വോളിയം ഓഫ് ഡ്രൈഡ് സാമ്പിൾ ആസ് ഒബ്റ്റൈൻഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മെർക്കുറി വാസ് ഫൗണ്ട് ടു ബി 12.5 cc ആണ്. 12.5 cc ആണ്. ഓക്കെ അല്ലേ? യെസ്, ദാറ്റ് ഈസ് വോളിയം ഓഫ് ദ മെർക്കുറി. ഈ ദ വോളിയം ഓഫ് ഡ്രൈഡ് സാമ്പിൾ ആസ് ഒബ്റ്റൈൻഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മെർക്കുറി വാസ് 12.5 cc ആണ്. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് എന്ത് പറയാം? V2 എന്ന് പറയാൻ വേണമെങ്കിൽ ഓർ VD എന്ന് പറയാം നമുക്ക്. അതിന് ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 12.5 cc ആണ്, അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ദ ശ്രിങ്കേജ് ലിമിറ്റ്. ശ്രിങ്കേജ് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രിങ്കേജ് ലിമിറ്റ് ആൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ശ്രിങ്കേജ് റേഷ്യോ? 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 3 കാര്യങ്ങളാണ്. 3ഉം ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് വൺ, ശ്രിങ്കേജ് ലിമിറ്റ് WS അല്ലേ? ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയാം. ശ്രിങ്കേജ് ലിമിറ്റ് വിച്ച് ഈക്വൽ എന്താണ് ഇക്വേഷൻ വേണ്ടത്? ശ്രിങ്കേജ് ലിമിറ്റിന്റെ ലിമിറ്റ് എന്താണോ? സോറി, ഇക്വേഷൻ എന്താണോ? W1 മൈനസ് W2 മൈനസ് V1 മൈനസ് V2 അല്ലേ? W2 നമുക്ക് എന്ത് പറയാം? W2 ഓർ WD എന്ന് പറയാം. V2 നമുക്ക് എന്ത് പറയാം? VD എന്ന് പറയാം. ഓക്കെ, ഇൻറ്റു ഗാമ W ഡിവൈഡ് ബൈ എന്താണ്? യെസ്, W2 ഇൻറ്റു എന്താണ്? 100 എന്നാണ് വരിക അല്ലേ? 100 എന്നാണ് വരിക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കിയേ, W1 എത്രയാണ്? 30.8 മൈനസ് 20.5 എത്രയാണ്? W2 20.5 അല്ലേ? എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. V1 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 18 അല്ലേ? യെസ്, 18 മൈനസ് V2 എത്രയാണ്? 12.5 യെസ് ഇൻറ്റു ഗാമ W ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? യെസ്, ഗാമ W1 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ യെസ്, കാരണം ഗ്രാമിലല്ലേ വെയിറ്റ് തന്നിരിക്കുന്നത്. യെസ്, വാട്ട് ഈസ് എ വെയിറ്റ് ഗിവൺ ഇൻ ഗ്രാം ആണ്. വോളിയം ഗിവൺ ഇൻ സെന്റിമീറ്റർ ആണ്. therefore ഗാമ W വിൽ ബി ഈക്വൽ എന്തായിരിക്കും? 1 gram per cc എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? സോ അത് വിഷയമുള്ള കേസല്ല. ഇൻറ്റു 1 ഡിവൈഡ് ബൈ W2 എത്രയാണ്? അഗെയിൻ 20.5 ആണ്. ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്യുക. ഈ സ്റ്റെപ്സ് കാണിക്കണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, if you calculate this, you will get the answer as 23.4% എന്ന് കിട്ടും. അതാണ് ഒന്നാമത്തെ സാധനം. ദാറ്റ് ഈസ് ശ്രിങ്കേജ് ലിമിറ്റ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ നെക്സ്റ്റ് സാധനം എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് ഓഫ് ദ സോളിഡ്. GS നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാം, ഡയറക്റ്റ് ആണ്. ഓക്കെ, യെസ്, W2 ഡിവൈഡ് ബൈ V1 ഇൻറ്റു ഗാമ W മൈനസ് W1 പ്ലസ് W2 ആണല്ലേ? അല്ലെങ്കിൽ നമുക്ക് WD ഡിവൈഡ് ബൈ WD എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ W2 എന്ന് കൊടുക്കാം. ഓക്കെ, യെസ്, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ
തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ചാണ്. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ W2നെ നമുക്ക് WD അല്ലെങ്കിൽ WS എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദിസ് ക്യാൻ ബി എനിത്തിങ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്രയാണ് വരിക? സോ ദിസ് വിൽ ബി 20.5 given it is 20.5 divided by V1 എത്രയാണ് തന്നിരിക്കുന്നത്? V1 is 18. നമുക്കറിയാം ഗാമ W നമ്മൾ ഗ്രാം പെർ cc 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് W1 എത്രയാണ് തന്നിരിക്കുന്നത്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് W1? W1 എത്രയാണ്? 30.8 പ്ലസ് W2 ദാറ്റ് ഈസ് 20.5 ആണ്. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് കാണിക്കണം. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് GS ആസ് 2.66 എന്ന് കിട്ടും. 2.66 ആൻസർ ഹൈലൈറ്റ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്ത ഫോർമുല ഒന്ന് ബോക്സ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? ആൻഡ് ലാസ്റ്റ്ലി ദേ ആർ ആസ്കിങ് ഫോർ ശ്രിങ്കേജ് റേഷ്യോ ആണ്. ശ്രിങ്കേജ് റേഷ്യോ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഗാമ D ഡിവൈഡ് ബൈ ഗാമ W. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വീണ്ടും ബോക്സ് ചെയ്യുക. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുക. എന്താണ് ഗാമ D അല്ലേ? എന്താണ് ഗാമ D എന്ന് പറഞ്ഞാൽ? ഡ്രൈ വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം അല്ലേ? വോളിയം എത്ര തന്നിരിക്കുന്നത്? വാട്ട് ഈസ് എ ഗിവൺ വോളിയം? യെസ്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വോളിയം എത്രയാണ്? വാട്ട് ഈസ് എ വോളിയം ഗിവൺ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 12.5 അല്ലേ? ഗാമ D എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വി ഹാവ് ടു യൂസ് ദ ഡ്രൈ വെയിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ആണ്. 20.5 ആണ്. സോ കറസ്പോണ്ടിങ് വോളിയം VD. സോ 20.5 ഡിവൈഡ് ബൈ VD എത്രയാണ് തന്നിരിക്കുന്നത്? വാട്ട് ഇസ് വാല്യൂ ഓഫ് VD? എത്രയാണ്? 12.5 ആണ്. 12.5 ആൻഡ് ഗാമ W 1 ആണ്. സോ ദിസ് വിൽ ബി 20.5 ഡിവൈഡ് ബൈ 12.5 ഡിവൈഡ് ബൈ 1 എന്ന് വരും. ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.64 ആണ്. ഓക്കെ അല്ലേ? സോ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമ്മൾ 3 പാരാമീറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ പാരാമീറ്റേഴ്സിൻ്റെ ഫോർമുല പറയുക, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുക. അപ്പോൾ 3 മാർക്കാണ് ഒരു പാരാമീറ്ററിന് കിട്ടുന്നത്. രണ്ടാമത്തെ പാരാമീറ്ററിന് 3, മൂന്നാമത്തെ പാരാമീറ്ററിന് 3 മാർക്ക്. ഓക്കെ അല്ലേ? സോ ഫോർമുല നമ്മൾ ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ ഫോർമുല ഹൈലൈറ്റ് ചെയ്യുക, കിട്ടിയ ആൻസർ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ഫുള്ള് മാർക്ക് കിട്ടുള്ളൂ. ഈ സാർ ഓക്കെ? സോ ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 2ലെ മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും 14 മാർക്കിൻ്റെ എസ്സേസ് ആണ്. നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഇത്തരത്തിൽ എഴുതി ഫിഗർ പ്രോപ്പറായിട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി മൊഡ്യൂൾ നമ്മൾ അടുത്ത സെഷനിൽ കാണുന്നവരെ താങ്ക് യു.